ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ജിങ്ഷി വീട്ടിലേക്ക് വന്നിരുന്ന് രണ്ട് ഫ്രണ്ട്സിനെയും പിടിച്ചെടുത്തി. ഞാനും ഉണ്ടല്ലോ കോളേജിൽ ഒരുമിച്ചാ പഠിച്ചത്. ഒരുപാട് കോമ്പറ്റീഷൻസിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ടിപ്പോ എന്നെ ഒരു മൈൻഡ് പോലും വെക്കുന്നില്ല. ജർമ്മനിയിൽ നിന്ന് പഠിച്ചു വന്ന് എന്റെ ബോസായിട്ട് ഇങ്ങനെ നെളിഞ്ഞു നടക്കുവല്ലേ. ചിലപ്പോ അതിന്റെ അഹങ്കാരമായിരിക്കും അവന്. ശരിക്കും പറഞ്ഞ അവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്കും കുറച്ച് ഷെയിം ആവുന്നുണ്ടെന്നും പറഞ്ഞ് വല്ലാണ്ട് വിഷമിച്ച് നൂഡിൽസ് ഒക്കെ കഴിച്ചോണ്ടിരിക്കും. അപ്പോ ആ ലൈവ് സ്ട്രീം ചെയ്യുന്ന പെൺകുട്ടിയാണെങ്കിലോ, അപ്പോ നിങ്ങളുടെ ഇടയില് പാസ്റ്റില് വലിയ മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ലെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ജിങ്ഷി ഇവര് തമ്മില് ആദ്യമായിട്ട് കണ്ട കാര്യം ഒന്ന് ഓർത്തെടുക്കും. ആക്ച്വലി ഇവള് സ്കൂളില് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് നമ്മുടെ യാനിന്റെ അടുത്തേക്ക് ചെല്ലും. ഇപ്പൊ ഒരു കോമ്പറ്റീഷനില് ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഞാനും നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ യാനും കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളുടെ ഗ്രൂപ്പിലാ ഉള്ളത്, എന്റെ പേര് യാനെന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ആകും. അങ്ങനെ അവര് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കും. അതിൽ വിൻ ചെയ്യും. അതിന്റെ സന്തോഷത്തില് നൈറ്റ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഡിന്നറിന് പോവാന്ന് ജിങ്ഷി ഇങ്ങനെ പറയും. ഓക്കെ, നമുക്ക് ഡിന്നറിന് പോവാന്ന് ഞാനും പറയും. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഞാൻ ലൊക്കേഷൻ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കാന്നും പറഞ്ഞ് ജിങ്സി ബായ് ഒക്കെ പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ നടന്നു പോകും. ആക്ച്വലി ഇവരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള മീറ്റിംഗ് ഒന്നും നടന്നിട്ടൊന്നുമില്ല. പക്ഷെ യാനിന് അന്ന് തന്നെ ജിങ്ഷിനോട് ഒരു ക്രഷ് ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ജിങ്ഷി പോകുന്നതും വല്ലാത്തൊരു ഫീലോട് കൂടി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇപ്പോ യാനിന്റെ ഭാഗത്ത് നിന്നും എന്താണ് സംഭവിച്ചതെന്ന് യാൻ തന്നെ ഓർത്തെടുക്കുവാണ്. അങ്ങനെ നൈറ്റ് ജിങ്ഷിയുടെ കൂടെ ഡിന്നറിന് പോവാനായിട്ട് റെഡി ആയിട്ട് നേരെ മിററിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിൽക്കും. ജിങ്ഷി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്നും പറഞ്ഞ് പ്രപ്പോസ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. ആ ടൈമിനാണ് ഗ്രാൻഡ് പാ റൂമിലേക്ക് കയറി വരുന്നത്. എത്രയും പെട്ടെന്ന് നീ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ. 3 ദിവസത്തിനുള്ളില് നീ ജർമ്മനിയിലേക്ക് പോകും. അവിടെ നിന്റെ ഹയർ സ്റ്റഡീസിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ യാനിന് ഹാപ്പി ആവുന്നുണ്ട്. അവന് പോവാനും താല്പര്യക്കുറവൊന്നുമില്ല. എന്നാലും ജിങ്ഷിയുടെ അടുത്ത് ഒരു പ്രോപ്പറായിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പോവണമെന്നുള്ള ആഗ്രഹം അവന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പേയുടെ അടുത്ത്, ഗ്രാൻഡ് പാ കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞിട്ട് പോയാ പോരേന്ന് ഇങ്ങനെ ചോദിക്കും. എന്താടാ നിനക്ക് പറഞ്ഞ കേട്ടൂടെ? നിന്റെ ഹയർ സ്റ്റഡീസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ പോവേണ്ട ടൈമിന് തന്നെ പോണോന്നും പറഞ്ഞ് ഗ്രാൻഡ് പാ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി പോകും. അങ്ങനെ വല്ലാത്ത സങ്കടത്തില് ഫോൺ എടുത്ത്, എനിക്ക് ഇന്ന് ഡിന്നറിന് വരാനായിട്ട് പറ്റില്ല. ജർമ്മനിയിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവേണ്ട ആവശ്യമുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻസ് നടക്കുവാണ്. ഞാൻ ജർമ്മനിയിലേക്ക് പോയാലും തിരിച്ചിടയ്ക്ക് വരും. ആ ടൈമിനൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം. ടച്ചിലിരിക്കണമെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അങ്ങാട് ജിൻഷിക്ക് അയച്ചു വിടും. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം ഞാനാണെങ്കിലോ സോയുവിന്റെ അടുത്ത് പറയും. സോയു ഇത് കേട്ട ഉടനെ തന്നെ എന്നിട്ട് അവൾ എന്ത് റിപ്ലൈ ചെയ്തു, നിനക്ക് ഇടയ്ക്ക് നാട്ടിലേക്ക് വരാനായിട്ട് കഴിഞ്ഞില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് വന്നായിരുന്നു. പക്ഷെ ഞാൻ അയച്ച മെസ്സേജിന് ഒരു റിപ്ലൈ പോലും അവൾ തന്നില്ല. അതിനിടയിലും ഒരുപാട് മെസ്സേജൊക്കെ ഞാൻ അയച്ചു. എന്നിട്ടും അവൾ എനിക്കൊരു റിപ്ലൈയും തന്നില്ല. അന്ന് കണ്ടതാണ്, പിന്നെ ഞാൻ ഇപ്പോഴാ കാണുന്നതെന്ന് പറയും. എനിക്കിപ്പോ കാര്യം പിടികിട്ടി. നിന്നെ അവൾ അന്ന് അവോയ്ഡ് ചെയ്തു, അതുകൊണ്ടാണ് നീ ഇപ്പോ അവളെ അവോയ്ഡ് ചെയ്യുന്നത്. അങ്ങനെയല്ലേ? എനിക്ക് മനസ്സിലായി എന്ന് സോയും പറയും. അതേ ടൈം ജിൻഷി ആണെങ്കിലോ, അവനൊന്നും ഞങ്ങളുടെ കൂടെ ഡിന്നറിന് പോലും വന്നില്ല. അന്നേ തന്നെ അവൻ എന്നെ റിജക്ട് ചെയ്തു എന്നും പറഞ്ഞ് വല്ലാണ്ട് ടെൻഷൻ ആകും. അതേ ടൈം ഇപ്പുറത്താണെങ്കിലോ സോയു, അതുകൊണ്ടാണോ നീ അവളെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്നത്? പിന്നെ ആ ഡയറക്ടർ അവളുടെ ഷോൾഡറിലേക്ക് കൈയിട്ടപ്പോ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ കറക്റ്റ് എന്നും പറഞ്ഞ് സോയു യാനിനെ കളിയാക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം ജിൻഷി ആണെങ്കിലോ, ഞങ്ങൾ അത്രയ്ക്ക് ക്ലോസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് പറയും. അപ്പൊ തന്നെ സ്ട്രീം ചെയ്യുന്ന പെൺകുട്ടി, അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഇടയിൽ പണ്ട് ലവ് വല്ലതും എത്തി നോക്കിയോന്ന് ഇങ്ങനെ ചോദിക്കും. പോടി, അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പോ ടെൻഷനായിട്ട് ഇരിക്കുവാണ്. ആ ഡയറക്ടറിനെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തിരുന്നെങ്കിൽ സിഡ്നിയിലെ എനിക്ക് ഡബിൾ മടങ്ങ് ബോണസ് തരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴേ ആ ക്യാഷ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിലുള്ള ക്യാഷ് വെച്ച് ഒരു ബാത്റൂം പോലും മര്യാദക്ക് കെട്ടാൻ പറ്റില്ലെന്നാ എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കും. അപ്പൊ തന്നെ രണ്ട് ഫ്രണ്ട്സും, എന്തായാലും പേടിക്കണ്ടടി, എന്തായാലും ആ പ്രോജക്ട് സക്സസ് ആകും, നമുക്ക് അടിപൊളി ബാത്റൂം കെട്ടാന്നും പറഞ്ഞ് 3 പേരും കൂടി ചിയേഴ്സ് ഒക്കെ അടിച്ചിരിക്കും. അതേ ടൈം സോയു ആണെങ്കിലോ, ഇപ്പോഴും നിനക്ക് ജിൻഷിന്റെ അടുത്ത് ഫീലിങ്സ് ഇല്ലേന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത് ഫീലിങ്സ്? അന്ന് നടന്നത് അന്ന് നടന്നു. പിന്നെ അവള് ഒരു റിപ്ലൈ പോലും ചെയ്തില്ല. അപ്പോ ഞങ്ങളുടെ ഇടയിൽ എന്ത് ഫീലിങ്സ് ഉണ്ടാവാനാണ്? ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും ഒരു സ്ട്രേഞ്ചേഴ്സ് മാത്രമാണ്. ഞങ്ങളുടെ ഇടയിൽ ഒന്നും തന്നെ ഇല്ലാന്ന് പറയും. അപ്പൊ തന്നെ സോയു വീണ്ടും, എന്നാലും നിനക്ക് അവളുടെ മേത്തൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്, എനിക്കറിയാന്നും പറഞ്ഞ് നല്ല രീതിക്ക് ഞാനിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ നേരെ വീട്ടിലേക്ക് വരും. ഒരു കുളിയൊക്കെ പാസ്സാക്കിയിരിക്കും.
ഇരിക്കുമ്പോഴാണ് ജിങ്ഷി കൊടുത്തിട്ട് പോയ നമ്പർ കാണുന്നത്. അങ്ങനെ തന്നെ എന്ത് തോന്നിയെന്നറിയാൻ പാടില്ല. ആ നമ്പർ എടുത്ത് അതിലേക്കൊരു റിക്വസ്റ്റ് അയക്കും. അതുമല്ലാണ്ട് രാവിലെ ആക്സിഡന്റ് ആക്കിയ കാറിന്റെ ഡ്രൈവറാണ് ഞാനെന്നും പറഞ്ഞ് ഒരു മെസ്സേജും കൂടി ജിങ്ഷി കഴക്കും. ആ ഒരു മെസ്സേജിന്റെ സൗണ്ട് കേട്ട് ഏത് ദുഷ്ടനാണാവോ എന്റെ ഉറക്കം കളഞ്ഞെന്നും പറഞ്ഞ് ജിങ്ഷി ചാടി കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ ഇങ്ങനൊരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോ തന്നെ ജിങ്ഷി ആകെ പേടിച്ച് ഭയങ്കര പൊളൈറ്റ് ആയിട്ട്, സോറി സാർ, ഞാൻ കാരണമാണല്ലേ ബോസ് ഇന്ന് ലേറ്റ് ആയത്, എന്നോട് ക്ഷമിക്കണം. പിന്നെ കാറിന്റെ ഡാമേജിന് എത്ര ക്യാഷ് വേണേലും ഞാൻ തരാം, എത്ര രൂപ ഞാൻ തരേണ്ടി വരുമെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് തിരിച്ചഴക്കും. ഇത് കാണുമ്പോൾ ഞാനിന് വല്ലാത്ത ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നാലും ഒന്ന് കൺട്രോൾ ചെയ്ത്, ഏയ് നഷ്ടപരിഹാരം ഒന്നും വേണ്ട, എന്റെ ബോസ് ആ ക്യാഷ് വാങ്ങണ്ടെന്ന് പറഞ്ഞു, അതറിയിക്കാനായിട്ടാണ് ഞാനിപ്പോ മെസ്സേജ് അയച്ചെന്ന് പറയും. ഇത് കാണുമ്പോൾ ജിൻസിക്ക് ഭയങ്കര ഹാപ്പി ആകും. നിങ്ങളുടെ ബോസിനുണ്ടല്ലോ ഒരു കൂടി പുണ്യം കിട്ടുമെന്നും പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഓഫീസിൽ കാണിക്കുകയാണ്. ആക്ച്വലി ഡാൻയാൻ ഗ്രൂപ്പില് ഗുവാൻ എന്നുള്ള ഒരു കമ്പനിയിലാണ് നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്നത്. ആ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റർ ആയിട്ടാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ ഹീറോയിൻ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ അവളുടെ ഫ്രണ്ട് അടുത്തേക്ക് വരും. ഇവളുടെ പേര് യാങ് യാങ്. പുള്ളിക്കാരി നമ്മുടെ ജിങ്ഷിയുടെ അടുത്ത് നമ്മുടെ യാനിനെ പറ്റി വല്ലാണ്ട് പുകഴ്ത്തി പറയുവാണ്. നമ്മുടെ പുതിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ യാനിനെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ്, പുള്ളിക്കാരൻ എന്തൊരു ഹാൻസം ആണ്. പുള്ളിയെ എന്റെ അടുത്ത് കൂടി നടന്നു പോയപ്പോ എന്റെ അടിവയറ്റില് മഞ്ഞ് പെയ്യുന്ന ഒരു ഫീലാ കിട്ടിയത്. അതുമല്ലാണ്ട് പുള്ളിക്കാരൻ നമ്മളുടെ മുകളിലത്തെ ഫ്ലോറിൽ ഇപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നീ അധികം എക്സൈറ്റഡ് ആവുന്നില്ലേ എന്ന് എന്നെ ചോദിക്കും. ആ ടൈമിനാണ് രണ്ടുപേര് വന്നിട്ട്, ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, റെൻ കമ്പനിയുടെ ചെയർമാൻ നമ്മുടെ പ്രോജക്റ്റിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്താൽ മതി എന്ന് പറയും. ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോയിൻ പോയി സംസാരിച്ചില്ലേ, ആ ഒരു പ്രോജക്റ്റിന്റെ കാര്യമാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട് ജിങ്ഷിക്കും വല്ലാത്ത സന്തോഷമാകും. അതേ ടൈം യാനിനെ കാണിക്കാണ്. പുള്ളിക്കാരൻ ജർമ്മനിയിൽ നിന്ന് വന്നത് ഈ ഒരു ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബോർഡ് മീറ്റിംഗില് യാനിന്റെ കസിനും ഉണ്ട്, അതേപോലെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ആ ഒരു മിസ്റ്റർ ഗുവും ഉണ്ട്. അങ്ങനെ യാൻ നിന്ന് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഞാൻ എന്തായാലും ഗുവാൻ കമ്പനിയിലെ ബേ പ്രൊജക്റ്റില് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭം വരുമെന്നും പറഞ്ഞ് അതിനെപ്പറ്റി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈമിന് ജിങ്ഷിയുടെ അടുത്തേക്ക് പെട്ടെന്നൊരു വലിയ ഫ്ലവർ ബൊക്കെ വരും. ഇത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചു നോക്കുമ്പോ അതാണെങ്കിലോ റെൻ കമ്പനിയുടെ ചെയർമാൻ ഡയറക്റ്റ് നമ്മുടെ ജിങ്ഷിക്കായിട്ട് അയച്ചിട്ടുള്ള ബൊക്കെയാണ്. അതിലൊരു നോട്ടുമുണ്ട്. ഇത് കാണുമ്പോ തന്നെ അവിടെയുള്ള എല്ലാവരും ജിങ്ഷി അയാളെ ഫ്ലേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഓഫർ കൈപ്പറ്റിയത് എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോൾ ജിങ്ഷിക്കും വല്ലാത്ത സങ്കടമാകും. അതേ ടൈം ഞാനും ബേ എന്നുള്ള റോബോട്ട് വെച്ച് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് പോവാണ്. എത്രയും പെട്ടെന്ന് തന്നെ 3D പ്രിന്ററും നമ്മൾ ഇറക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ലാഭം കിട്ടും. ഫ്യൂച്ചറിൽ വലിയൊരു ലാഭം തന്നെ നമുക്ക് ഇതുമൂലം വാങ്ങിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പക്ഷെ അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലോ ഇത് ഒരുപാട് ടൈം എടുക്കും, അതേപോലെ ഒരുപാട് ക്യാഷും ഇതിനായിട്ട് വേണ്ടി വരും. അത്രയും റിസ്ക് എടുക്കാനായിട്ട് താല്പര്യമില്ലാണ്ട് ഇതിനെതിർത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ഞാനും എനിക്ക് ഈ മാറ്റത്തിന് വേണ്ടിയിട്ട് 5-6 വർഷങ്ങളൊന്നും മാറ്റി വെക്കാനായിട്ട് താല്പര്യമില്ല, അതേപോലെ എനിക്ക് ടൈമും ഇല്ല. ആകെ 2 വർഷം, 2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നമ്മുടെ കമ്പനിയുടെ ലാഭം 10 മടങ്ങായിട്ട് അധികരിപ്പിക്കാനും എനിക്ക് ഈ പ്രോജക്റ്റ് കൊണ്ട് സാധിക്കും. അങ്ങനെ എനിക്ക് സാധിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോന്റെ കസിൻ ആണെങ്കിലോ ഭയങ്കര ഹാപ്പി ആകും. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ട് നിൽക്കുവാണല്ലോ, ഇതൊരു ചാൻസ് ആയിട്ട് യൂസ് ചെയ്ത് എന്തായാലും നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനും ഉണ്ടാകും എന്ന് പറയും. അതേ ടൈം ജിങ്ഷിന അവളുടെ ഡയറക്ടർ വിളിച്ചെടുത്തു. ബേ പ്രൊജക്ടിന് വേണ്ടിയിട്ട് നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതേപോലെ നീയാണ് ഇത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയതെന്ന് ബോസിനും അറിയാം. അതുകൊണ്ടാണ് ഇൻവെസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പോയപ്പോ നിന്നെ തന്നെ ബോസ് ചൂസ് ചെയ്തത്. എന്തായാലും ആ ഹാർഡ് വർക്കിന് ഫലമുണ്ടായി. നീ കാരണമാണ് നമുക്ക് ആ പ്രോജക്റ്റിന് ഒരു ഇൻവെസ്റ്റർ പോലും കിട്ടിയത്. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ മീത് ഒരു ജലസും ഇല്ല. നിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ HR ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻസി ഒരുപാട് ഹാപ്പി ആകും. ഈ പ്രോജക്റ്റിന്റെ ബോണസും അതേപോലെ ഇയർ എൻഡിങ്ങിന്റെ ഒരു ബോണസും കൂടി ഇവൾക്ക് കിട്ടുമല്ലോ, അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പുള്ളിക്കാരനും എന്തായാലും ഈ പ്രോജക്റ്റിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തത് നീയാണ്, അപ്പോ അതുകൊണ്ട് അതിന്റെ ബോണസ് എല്ലാം നിനക്ക് തന്നെ ആയിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വീണ്ടും ജിൻസിക്ക് ഹാപ്പി ആകും. അതേ ടൈം ഞാനിനെ കാണിക്കാണ്. സ്ട്രീറ്റിലുള്ള 2 പൂച്ചകൾക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ പൂച്ചകളെ നോക്കി പഴയ കാര്യം ഒന്ന് ഓർത്തെടുക്കും. ഇവര് കോളേജിൽ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്ട്രീറ്റിലുള്ള പൂച്ചകൾക്ക് ഫീഡ് ചെയ്യും. അതിലൊരു പൂച്ചനെ കണ്ട് നമ്മുടെ ജിൻസിക്ക് ഒരുപാട് ഇഷ്ടമാകും.
കൊടുക്കും. ഞാൻ ഇതിനെ അഡോപ്റ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഇവര് രണ്ടുപേരും കൂടി ആ പൂച്ചകൾക്ക് പേരൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ ഈസോയു അങ്ങോട്ടേക്ക് വരും. നീ ഇരിക്കുന്ന അവസ്ഥക്ക് നിനക്ക് ഇങ്ങനെ പൂച്ചകൾക്കൊക്കെ ഫുഡ് കൊടുത്ത് നടക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് എന്നെ ചോദിക്കും. അതിനെന്താ പ്രോബ്ലം? എന്റെ പ്രോബ്ലംസ് എല്ലാം തീർക്കാനായിട്ട് നീ എന്റെ അടുത്തില്ലേ? യുവാൻ എന്തായാലും ഞാൻ ഈ പ്രോജക്റ്റില് സക്സസ് ആവില്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂട്ട് ക്ലിയർ ആണ്. നമ്മുടെ ടാർഗറ്റ് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നറിയും. ആ, എന്തായാലും നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പിന്നെ എനിക്കൊരു ഡൗട്ട്, നീ ജർമ്മനിയിലായിരിക്കുമ്പോഴും സ്ട്രീറ്റിലുള്ള കാറ്റുകൾക്ക് ഇതേപോലെ ഫീഡ് ചെയ്യുമായിരുന്നു. ഇപ്പൊ നീ ചൈനയിലെത്തിയിട്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. ഇതിന്റെ പിന്നില് എന്താ കാരണം എന്ന് ചോദിക്കും. പ്രത്യേകിച്ച് കാരണം ഒന്നും തന്നെ ഇല്ല. കോളേജിൽ പഠിക്കുന്ന ടൈമിനും ഇതേപോലെ ഞാൻ സ്ട്രീറ്റിലുള്ള കാറ്റുകൾക്കൊക്കെ ഫീഡ് ചെയ്യുമായിരുന്നു. ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യാനായിട്ടായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ എനിക്കത് പാതിക്ക് വെച്ച് തന്നെ നിർത്തേണ്ടി വന്നിരുന്നു. അതിന്റെ ഒരു സങ്കടത്തിലാണ് ഞാൻ പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ്, വേറൊന്നും അല്ലാന്ന് പറയും. വേറൊന്നും അല്ലാന്ന് നീ എടുത്ത് പറയുമ്പോ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ ഗസ് കറക്റ്റ് ആണെങ്കിൽ നീ കോളേജ് കാലഘട്ടത്തില് ജിങ്ഷിയുടെ കൂടെയാണ് സ്ട്രീറ്റിലുള്ള കാറ്റുകൾക്കൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ എന്റെ ഗസ് കറക്റ്റ് അല്ലേ? എനിക്കത് മനസ്സിലാവുന്നുണ്ട്. നീ ഇങ്ങനെ പറയുമ്പോ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. എന്തായാലും നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് പറയാമോ എന്ന് ഞാൻ ചോദിക്കും. ഞാനാണെങ്കിലും ഇവന് മൈൻഡ് പോലും ചെയ്യാണ്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങനെ നടന്നു പോകും. അതേ ടൈം ജിങ്ഷിക്കാണെങ്കിലോ അവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പോ വീഡിയോ കോൾ ചെയ്യും. ബോണസ് കിട്ടാൻ പോകുന്നു, അതേപോലെ പ്രൊമോഷനും കിട്ടാൻ പോകുന്നു. ഇതിന്റെ സന്തോഷം എല്ലാം ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് പറയും. ബോയ് ഫ്രണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളിക്കാരനാണെങ്കിലോ അമ്മയുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരും. അത് കാണുമ്പോ തന്നെ ജിങ്ഷിയുടെ അടുത്ത് അമ്മ മെസ്സേജ് അയക്കുന്നുണ്ട്. തിരിച്ചു വിളിക്കാൻ പറയുവാണ്. ഞാൻ എന്തായാലും അമ്മേനൊന്ന് വിളിക്കട്ടെ, ചിലപ്പോ വീണ്ടും മാരേജിന്റെ കാര്യം പറയാനായിട്ടായിരിക്കും, എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ഒതുക്കട്ടെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അങ്ങനെ ജിങ്ഷി നേരെ വീട്ടിലേക്ക് വരും. വീക്കെൻഡ് ജിങ്ഷിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതിനിട്ടുണ്ട് പോവാനായിട്ട്. ലിലി ആണെങ്കിലും ഒരു ബ്ലാക്ക് ഗൗണൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ ആ ഒരു ബ്ലാക്ക് ഗൗണൊക്കെ ഇട്ട് ഭയങ്കര സുന്ദരിയായിട്ടാണ് നമ്മുടെ ജിങ്ഷി ഫംഗ്ഷനിലേക്ക് പോകുന്നത്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സിഡ്നിയും അതേപോലെ യാനും കൂടി ഒരുമിച്ച് അകത്തേക്ക് കയറി വരും. ആ ഒരു ബെയ് പ്രൊജക്ട് സക്സസ് ആയിട്ടില്ലേ, അതിന്റെ ഒരു സെലിബ്രേഷൻ പോലെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തേക്കാണ്. അതുമല്ലാണ്ട് ഇവരുടെ കമ്പനിയുടെ പുതിയ ഇൻവെസ്റ്ററും കൂടി യാനായതുകൊണ്ട് അവൻ സ്റ്റേജിൽ കയറി നിന്ന് ഒരു സ്പീച്ചൊക്കെ കൊടുക്കും. അതിനുശേഷം സിഡ്നിയും കയറി നിന്ന് യാനിനെ ആദ്യമായിട്ട് കണ്ട കാര്യങ്ങളൊക്കെ പറയും. ജർമ്മനിയിൽ പഠിക്കാനായിട്ട് പോകുമ്പോഴാണ് ഞാൻ യാനിനെ ആദ്യമായിട്ട് കാണുന്നത്. അവന് ഒരുപാട് ഐഡിയാസ് ഒക്കെ ഉണ്ടായി. ഈ ബേയ് പ്രൊജക്ട് ഇത്രയും സക്സസ്ഫുൾ ആവാനായിട്ടുള്ള കാരണം പോലും യാനാണ്. അവനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ തന്നെയെന്നും പറഞ്ഞ് ഇവനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. ഇത് കേൾക്കുമ്പോ ജിങ്ഷിക്കാണെങ്കിലോ അപ്പൊ അത്രയും നാൾ ഇവര് പരിചയം ഉണ്ടല്ലേ, അപ്പൊ ചിലപ്പോ ഇവര് റിലേഷൻഷിപ്പിലാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞു നിൽക്കും. അങ്ങനെ ഈ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ചെന്ന് നിൽക്കുമ്പോ പെട്ടെന്ന് ആ ഡയറക്ടർ ജിങ്ഷിയുടെ അടുത്തേക്ക് വരും. ഈ ബേയ് പ്രൊജക്ടിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് നീയല്ലേ? നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇതിൽ ഞാൻ ഇൻവെസ്റ്റർ ആയിട്ട് വന്നത് പോലും. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ തന്നെ എനിക്കത് ക്ലിയർ ചെയ്ത് തരണോന്ന് പറയും. പെട്ടെന്നാണ് ഇത് കേട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. ജിങ്ഷി ഈ പ്രൊജക്ടിന്റെ ഡെവലപ്പർ മാത്രമാണ്. ഒരു ഡെവലപ്പർ വന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമോ? അതൊന്നും സംസാരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ സിഡ്നിയുടെ അടുത്ത് വേണം ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇവൾ അതിലേക്ക് വലിച്ചെടുക്കരുതെന്ന് പറയും. അതൊന്നും പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെനിക്ക് ജിങ്ഷി തന്നെ ക്ലിയർ ചെയ്ത് തരണോന്ന് പറയും. ഇത് കേട്ടുകൊണ്ട് നൈസായിട്ട് നമ്മുടെ ജിങ്ഷി ആണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകും. ആ ടൈമിനാണ് സിയോന്റെ അടുത്ത് നിന്നും യാനിന് കോള് വരുന്നത്. ഡോക്ടർ സിയോങ്ങിനെ നിനക്ക് മീറ്റ് ചെയ്യണ്ടേ? രാത്രി 12 മണിയാവുമ്പോ പുള്ളിക്കാരൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും. 2 മണിക്കൂറേ ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. എത്രയും പെട്ടെന്ന് നീ ചെന്ന് മീറ്റ് ചെയ്യാൻ നോക്കെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. കോളും കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോ ജിങ്ഷി ആണെങ്കിലോ അവിടെയുള്ള ഒരു റോബോട്ടിനെ തൊട്ടും തലോടിയേക്ക് നിൽക്കാണ്. അങ്ങനെ തന്നെ ജിങ്ഷിയുടെ അടുത്തേക്ക് യാനും ചെല്ലും. എന്ത് പറ്റി, നിനക്ക് അകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും. എനിക്കിങ്ങനെ കമ്മ്യൂണിക്കേഷനോടൊന്നും വലിയ താല്പര്യമില്ല. ഞാനൊരു ഡെവലപ്പർ അല്ലേ, അപ്പോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അല്ല, താങ്കൾ എന്താ പുറത്തേക്ക് ഇറങ്ങി വന്നത്? താങ്കൾക്കും ഈ കമ്മ്യൂണിക്കേഷൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പെട്ടെന്ന് എന്തോ പറയാനായിട്ട് പോകുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് സിഡ്നി ഇവരുടെ അടുത്തേക്ക് വരും. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നമ്മളെല്ലാവരും അവിടെ അകത്ത് വെയിറ്റ് ചെയ്തിരിക്കുവാണ്, വാ പോകാന്നും പറഞ്ഞ് കൈയോടുകൂടി തന്നെ സിഡ്നി യാനിനെയും കൂട്ടി അകത്തേക്ക് പോകും. അതേ ടൈം ജിങ്ഷിയുടെ ഡയറക്ടറിനെയും അതേപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറിനെയും കാണിക്കാണ്. ജിങ്ഷിയുടെ
പ്രൊമോഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ നമ്മുടെ ജിൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം നുണയാണ്. ഇപ്പൊ തന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറിന്റെ അടുത്ത് ആ ജിൻസി ഉണ്ടല്ലോ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പയ്യെ പയ്യെ വളർന്ന് എനിക്ക് മുകളിലേക്ക് കയറാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ പോയാ ഞാൻ വിടണോ? ഞാനേ ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കൂന്നും പറഞ്ഞ് അവളെ പറ്റിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം അവള് തന്നെ സഹിക്കാൻ കഴിയാണ്ട് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയിക്കോളും. അതാണ് എന്റെ ഐഡിയ എന്നൊക്കെ പറയും. ഇതാണെങ്കിലോ അങ്ങോട്ടേക്ക് വരുന്ന ജിൻസിയും കേൾക്കും. ആകെ തകർന്ന് വല്ലാത്ത സങ്കടത്തില് പുറത്തേക്ക് നടന്നു പോകുമ്പോഴേക്കും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ജിൻസിയുടെ അടുത്തേക്ക് വരും. നിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ നല്ല കഴിവുണ്ട്, അത് നീ ശരിക്കും യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിനക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് അഡാപ്റ്റ് ആവുക. നീ എന്തായാലും എന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോര്, നല്ലൊരു പോസ്റ്റിംഗ് നിനക്ക് തരാന്ന് പറയും. ആക്ച്വലി വെയ് പ്രൊജക്ടിന് ഒരു ഇൻവെസ്റ്ററിനെ കണ്ടെത്തിയത് ഇവള് ആ ഒരു ഡയറക്ടറിന്റെ അടുത്ത് ചെന്ന് ഫ്ലേർട്ട് ചെയ്തിട്ടാണെന്നുള്ള ഒരു ചർച്ചയൊക്കെ ഓഫീസിൽ പോകുന്നുണ്ടല്ലോ. അത് കേട്ടിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോ ജിൻസിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. ജിൻസിക്കാണെങ്കിലോ ഏകദേശം കാര്യം പിടി കിട്ടും. വേണ്ട സാർ, എനിക്കിപ്പോഴും എന്റെ ജോബ് തന്നെയാണ് ഇഷ്ടം, ഞാൻ ഇതിൽ നിന്നോളാന്നും പറഞ്ഞ് പയ്യെ മുന്നോട്ട് നടക്കും. അയാളാണെങ്കിലോ പെട്ടെന്ന് ജിൻസിയുടെ പുറകെ ചെന്ന് ബാക്കിലിട്ടൊരു അടി കൊടുക്കും. ജിൻസി ആകെ ഷോക്കായിട്ടൊന്ന് തിരിഞ്ഞു നോക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.